ഒന്നുമില്ല. ഫസ്റ്റ് അടിച്ച ടീമിനെ കാണിക്കുന്നത്. ഫസ്റ്റ് അടിച്ച് ഇതെല്ലാവർക്കും സപ്ലൈ എനക്ക് പോയിക്കണടാ ക്യാമറ പിടിച്ചു. കൂട്ടത്തില് നിങ്ങൾ വിചാരിക്കും ഇവരെ മൊത്തത്തിൽ കാണിക്കും. ഇതന്നെ നമ്മളെന്നെ അവിടെ കുറച്ച് ചോറേ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതന്നെ. ഇനി ഓനാടെ ചോറ് കൊടുത്ത് പോയിക്കോളും. ഫുള്ള് പുകയായിക്കോടാ. വീഡിയോ ഉള്ളിലേക്ക് പോയി. ഓന്റെ ശ്വാസം കഴിക്കുന്ന സമയത്ത് വീഡിയോ വന്നത്. സ്വാഗതം സ്വാഗതം കിട്ടിയില്ലേ? ഓന്റെ സ്വാഗതം ഇല്ലാണ്ട് നമ്മള് എടാ നീ മാടിക്കട്ടാ ഫുള്ള് ലുക്ക്. സ്വാമിയേ മാടി കെട്ടുന്നത് കണ്ടാൽ ചിലപ്പോ പലതും കല്യാണത്തിനോ ഒരു അത് മാത്രല്ല വേറെയും കുറെ ഐറ്റങ്ങൾ ഉണ്ട് ഇന്ന് പരിപാടി തന്നെ. ചെലവില അതിലൊരു മാറ്റവും ഇല്ല ഈ കുടുംബത്തിന്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ ഇതാ ഇവരെ നടക്കാതെ പോയ ഹൽദി നമ്മൾ ഇന്ന് നടത്താൻ പോകാം. എന്റെ മഞ്ഞ കല്യാണം, ഞങ്ങളുടെ മഞ്ഞ കല്യാണം. എത്ര കൊല്ലം മുമ്പേ കഴിഞ്ഞ കല്യാണം? സ്വന്തം കല്യാണത്തിന്റെ വർഷം. ഒരു മിനിറ്റ്, 2017 18 ഇല്ല 2017 18 19 20 21 22 23 7ാമത്തെ കൊല്ലത്തിന് ഞാൻ ആ ഡേറ്റ് അങ്ങ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോ. സ്വന്തം ഭാര്യന്റെ ബർത്ത്ഡേ മറന്നു പോയിട്ട് പാവം അനുഭവിച്ച ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഈ അനുഭവം എങ്ങനെയായിരിക്കും. എന്തായാലും ബർത്ത്ഡേ മറന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബതിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആലും വിട്ടെ. അപ്പൊ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഒരു മഞ്ഞ കല്യാണം ആഘോഷിക്കാനുള്ള. ഇന്ന് അതാണ് നടക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെയെല്ലാം പറയുന്നത് ലാസ്റ്റ് എന്തും പോകും നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഫുൾ കളർഫുൾ വീഡിയോ ആയിരിക്കും. എന്നാ വീഡിയോ എന്നല്ല നമുക്ക് ഇന്ന് കാണിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഫസ്റ്റ് തന്നെ കമന്റ് ചെയ്യണം. അല്ല സായി ഏറ്റവും ടോപ്പ് എൻ്റെ പ്രത്യേകം പറയാം. ഒരു സെക്കൻഡ് ഒരു കോൾ കഷ്ടപ്പെട്ട് എടുത്തിട്ട് അതല്ലായിരിക്കും നമുക്ക് വീഡിയോ ഒന്ന് തുടങ്ങാം. എന്നാ ഏതാന്നുള്ളത് ഇതിന്റെ നടുക്കിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. വഴിയെ കാണാം. അപ്പോൾ കമാൺ. മേക്കപ്പ് എല്ലാം ഇട്ട് വന്നിട്ട് ഇവരെ കാണിച്ചില്ല എന്ന് പറയാൻ അല്ല, കല്യാണത്തിന് ഒരു ടോപ്പ് കോമഡി എന്ന് പറയാം. നമ്മളെ ഇന്നത്തെ നമ്മളെ അനിയൻ ചക്കൻ്റെ കല്യാണമാണ്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ മഞ്ഞ കല്യാണം. ഇനി എന്നാ ഗ്രൂം ടു ബി ആണ് ഇന്നത്തെ ദിവസം. ആളെ വീഡിയോഗ്രാഫർ 4 ആളെങ്ങാനുണ്ട്. ആടെ ഉണ്ട് എല്ലാരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നു. ഈടെ വന്ന് നിന്നിട്ടോ ആടെ ഒരു കുട്ടിയില്ല. എല്ലാരും ഈടെ വന്നിട്ട് അതെല്ലാം പിന്നെ എടുക്കാം. നീ ഇത് കുറെ ആള് കാണുന്നു ഇങ്ങോട്ടേക്ക് വന്ന് ഈ വന്ന സ്ഥിതിക്ക് എല്ലാരും ഒന്ന് വൃത്തി കാണിക്ക്. ഏട്ടന്മാർ, അനിയന്മാർ, മാമന്മാർ, അമ്മമാർ എന്നാ പറയുന്നത്. അപ്പൊ പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ നമ്മളെ രണ്ടാളെയും മഞ്ഞ കല്യാണം ആയിരിക്കും കേട്ടാ. അതുപോലെ ഞാൻ ആക്കൂല. വേറെ ഇങ്ങനെ ആയിരിക്കും പറയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആരെയാന്ന് കല്യാണം എന്നാണ് ഒന്ന് ഇളവന്റെ മോളെ അമ്മ അനിയന്റെ കല്യാണം ഇതെന്നാണ് ഇമ്പോസിഷൻ പറയുക. വേണ്ട അനിയന്റെ കല്യാണം ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഏതായാലും ചടങ്ങിലേക്ക് കിടക്കാം കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഫുൾ കളറാക്കേണ്ട പരിപാടിയാണ്. മൈക്ക് 2 എൻ്റെ അടുത്തുള്ളൂ. ഇന്ന് നീ എന്തെങ്കിലും പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി ഇന്ന് മഞ്ഞ കല്യാണം അടിച്ചു പൊളിക്കേണ്ട പരിപാടി കേട്ടാ. ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇത് മുന്നേറ്റ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണ വീട്ടിലുള്ളതെന്ന്. ഇനി അങ്ങോട്ട് കല്യാണ വീട് തന്നെയായിരിക്കും ഒരു 3 വീഡിയോ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രോ പറഞ്ഞിട്ട് സ്റ്റാർട്ടായിരുന്നേ ഉള്ളൂ. ഇനി ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് തകർക്കാം. ഓൻ്റെ കല്യാണം ഒന്നും കാണിക്കില്ല, ഫുൾ നമ്മളെന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്ത്. എൻ്റെ പാറുവിൻ്റെ ഡാൻസ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിരുന്നു. എന്നാലും ഇതിനകത്തും കൂടി ഒന്ന് കമൻറ്റ് ഇടുന്നു കേട്ടോ. നമ്മളെ പാറുങ്ങളുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലോ അതിൻ്റെ അകത്ത് എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ അകത്തും കൂടി അങ്ങ് കിട്ടോ. പുതിയ വേറെ 2-3 പാട്ടും ഡാൻസെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ കലക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇന്നത്തെ ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് ഓടിച്ച് കാണിക്കും കേട്ടോ. കൂട്ടത്തിൽ നിങ്ങൾ വിചാരിക്കും ഇവരെ മൊത്തത്തിൽ കാണിക്കും. ഇതന്നെ നമ്മളെന്നെ മൊത്തം നമ്മൾ തന്നെ ആയിരിക്കും. ആ സ്റ്റേജ് മുന്നിൽ ലിബീനെ ഇരുത്തി ബാക്കി ഓനൊന്ന് വേഗം ഇരുത്തിയാൽ ചടങ്ങ് തീർക്കും. പിന്നെ നമ്മൾ തന്നെ അതാ ഉണ്ടാവുക. നമുക്ക് ഏതായാലും
എന്തെങ്കിലും കാണാം വാ നിങ്ങളിങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ കല്യാണമാണ്. എല്ലാ കല്യാണം ചക്കനായി കാണുന്നത്. ഇത് തിരക്കും കാര്യമാണ്. ഓനൊന്നിനും ഒരു സമാധാനത്തിൽ നിൽക്കാൻ പിന്നെ എല്ലാം നോക്കി നടത്താൻ ഒരു ഏട്ടെന്നുള്ള സ്ഥാനത്ത് ഞാനാണെങ്കിലും വീഡിയോ എടുത്ത് നടക്കലും. പാവം ഓൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ എനക്കെന്നെ സങ്കടമുണ്ട്. പറഞ്ഞിട്ടെന്ന കാര്യം എനക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ, ഞാൻ വിടുവോ? വാ ഓനെ നീ ടെൻഷൻ അടിക്കണ, നീ ഓണം എല്ലാവരും ഞാനുണ്ട്, ഒന്നിനുമില്ല. പക്ഷേ നീ ടെൻഷൻ അടിക്കുക വേണ്ട, ഒരു കാര്യമില്ല എന്നെ കൊണ്ട്. ഞാൻ വീഡിയോ നടക്കും. ഓ ഈ ടെൻഷൻ ഒരു കല്യാണിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമല്ലേ. ഇതൊന്നും അറിയേണ്ടി വന്നില്ല, എന്തോ ഭാഗ്യം. നമുക്ക് എന്തായാലും ഹൽദിക്ക് ഇവൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പം അതിനുള്ള പ്ലാനിലാണ് ഞാനുള്ളത്. ഇങ്ങോട്ടോ അപ്പം മനഃപൂർവ്വം പോകുന്ന ചേട്ടാ മുമ്പിലേക്ക് കൂടി 4 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ലിബീനെ നമുക്ക് ഒരു ബൈക്കിൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണിച്ചിട്ട് പരിപാടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഏതായാലും പ്ലാൻ ചെയ്യാം. പാട്ടില്ലാത്തത് എന്നിട്ട് ഒറ്റയ്ക്ക് പാട്ട് കൂട്ടിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയ്യിൽ നിന്ന് പുറത്തെടുക്കൂല, ഇവിടെ വെച്ചെടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് ഫുൾ കൺട്രോള്. വെള്ളം, ചോറ്, ആടെ സാമ്പാർ, ഇവിടെ കറി, സാഹചര്യം കാണിച്ചു കൊടുക്കുന്ന സംഭവമില്ലേ, ഒരു സംഭവം എടുക്കൂല. ഇവിടെ നിന്നിട്ട് ഫുൾ കൺട്രോള്. ആടെ കുറച്ച് ചോറേ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതന്നെ. ഇനി ഓനാടെ ചോറ് കൊടുത്ത് നോക്കിക്കോളും, ബാക്കി വന്ന് നോക്കിക്കോളും. ഞാനൊന്നും ചെയ്യണ്ട. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ. പക്ഷേ പുറമേ നിന്ന് കാണുന്നതാണ് ഞാൻ ഭയങ്കര എന്തെല്ലോ ചെയ്യുന്നത്. അല്ല, ഒരാൾ ക്യാമറയുടെ മുമ്പിൽ ഒരാൾ ക്യാമറ എടുക്കാൻ. ഇവനാണെങ്കിൽ ക്യാമറ എടുത്തിട്ട് ഇന്നത്തെ ദിവസം തീർക്കും. ഞാനിവിടെ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയും തീർക്കും. എല്ലാരും അങ്ങനെ ഇവിടുന്ന് ആദ്യം ചോറ് നിന്ന് കൈ ബാക്കി ഉണ്ടെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ല. ഫസ്റ്റ് അടിച്ച ടീമിനെ കാണിക്കുന്നത്. ഫസ്റ്റ് അടിച്ച് ഇവിടുന്ന് 1-2 ആൾ എന്നോടൊപ്പം പറഞ്ഞു പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ക്യാമറ എടുത്ത് നടക്കുന്നത്. അതുകൊണ്ട് ക്യാമറ ഞാൻ 2 ആളെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പണിയെടുക്കാൻ എങ്ങനെയാണ് ഞാൻ പണിയെടുക്കണമെന്ന് ഇവർക്ക് മനസ്സിലാവണ്ടേ. അമ്മി നല്ല കലക്കി ഒഴിക്കാൻ നിങ്ങൾ അവരെ ബാക്ക് പോയി ഞാൻ പറഞ്ഞുതരാം. അൻപി ഇങ്ങോട്ടോ, പാറൂസ് ഇങ്ങോട്ടോ, ബാക്കി എല്ലാരും ഇങ്ങോട്ടോ. ഇതാട്ടോ ഒറ്റയ്ക്ക് കിട്ടണേ, ഇല്ലേക്ക് കിട്ടൂലേ, ഒറ്റൊരു പ്രാവശ്യം കിട്ടുക. അൻപി ഇങ്ങോട്ടോ, ആ അങ്ങനെ വളരെ ലിബീച്ചക്കൻ്റെ കല്യാണത്തിൻ്റെ ഹൽദി ഇന്നത്തോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഹൽദി ഓൻ്റെ ആണെങ്കിലും ഫുൾ ഈ വീഡിയോയിൽ തെച്ച് ഞാൻ ഇവളും മാത്രമേ ഉണ്ടാവും. വേറെ ക്യാമറ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞ പോലെ അത്. പക്ഷേ എന്തായാലും ഭയങ്കര കളർ സെറ്റപ്പ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ എല്ലാം വളരെ ചെറിയ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോൻ്റെ മുകളിൽ നടന്നില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി തമാശ രീതിയിൽ ഇങ്ങനെ കുറച്ചെന്തെല്ലോ പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ തേച്ചും ചെറിയ സമയത്ത് എടുത്തിട്ട് ബാക്കി തേച്ച സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും പറയാൻ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.